ഇംഗ്ലീഷ് ഗ്രാമറിൽ പ്രിപ്പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുൻപേ ഉള്ള ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഗ്രാമർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കോൺകോഡ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ ആർട്ടിക്കിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊപ്പോസിഷൻസുകളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രൊപ്പോസിഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില വേർഡ്സുകളാണ് അറ്റ്, ഇന്ന്, ഇൻറ്റു, അങ്ങനെ കണക്റ്റിംഗ് വേർഡ്സുകളെയാണ് പ്രിപ്പൊസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില വേർഡ്സുകളുടെ കൂടെ പ്രിപ്പൊസിഷൻസേ പാടില്ല, അതായത് പ്രിപ്പൊസിഷൻസേ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതാദ്യം നമുക്ക് നോക്കിയിട്ട് ബാക്കി പ്രിപ്പൊസിഷൻസുകളെ പറ്റിയിട്ട് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ നോക്കിയേ, വേർഡ്സ് വിത്ത് നോ പ്രിപ്പൊസിഷൻ എന്നുള്ളതാണ്. അതായത് പ്രിപ്പൊസിഷൻസ് ഒന്നും വേണ്ടാത്ത വേർഡ്സുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വേർഡ്സ് വിത്ത് നോ പ്രിപ്പൊസിഷൻ എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന വേർഡ്സുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് പ്രിപ്പൊസിഷൻസുകൾ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പൊ നോക്കിയേ, എൻറ്റർ, റിട്ടേൺ, ഇൻവെസ്റ്റിഗേറ്റ്, ഡിസ്പൈറ്റ്, ഡിസ്ക്രൈബ്, ഡിസ്കസ്, എക്സ്പ്ലെയിൻ, അറ്റാക്ക്, എംഫസൈസ്, ഓർഡർ, കംപ്രൈസ്, റിസംബിൾ, റെഡിക്യൂൾ, അഡ്വൈസ്, ആസ്ക്, ബെഗ്, എൻകറേജ്, ഇൻവൈറ്റ്, ടെൽ പോലുള്ള വേർഡ്സുകൾ വന്നു കഴിഞ്ഞാൽ ഇനി ഉണ്ട് വേർഡ്സ്, നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട വേർഡ്സുകൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വേർഡ്സുകൾ വന്നു കഴിഞ്ഞാൽ ഈ വേർഡ്സിന് ശേഷം യാതൊരു വിധത്തിലുള്ള പ്രിപ്പൊസിഷൻസും എന്ത് ചെയ്യേണ്ട, ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇൻടു, ടു, ബിലോ, അതുപോലെ ഫ്രം, വിത്ത്, അങ്ങനെയൊക്കെയുള്ള പ്രിപ്പൊസിഷൻസുകളുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രിപ്പൊസിഷൻസും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഈ പറയുന്ന വേർഡ്സുകൾക്ക് ശേഷം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നോക്കിക്കേ, എക്സാമ്പിൾസ് നോക്കിക്കേ. ഷീ നോക്ക്ഡ് ബിഫോർ എൻറ്ററിങ് ദി റൂം എന്നുള്ളതാണ്. അപ്പൊ നോക്ക്ഡ് എന്ന് പറയുന്ന ഒരു വാക്ക് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു വാക്കിന് ശേഷവും എന്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, പ്രിപ്പൊസിഷൻസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം നോക്ക്ഡ് വന്നതിന് ശേഷം പിന്നീട് ബിഫോർ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്, കാര്യം പറഞ്ഞു പോവാണ്. അപ്പൊ നോക്ക്ഡിന് ശേഷവും എന്തിന്റെ ആവശ്യമില്ല, യാതൊരു വിധത്തിലുള്ള പ്രിപ്പൊസിഷന്റെയും ആവശ്യമില്ല. ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷീ നോക്ക്ഡ് കഴിഞ്ഞ് ഒരു ഹൈഫൺ കൊടുത്തിട്ട് ബിഫോർ എൻറ്ററിങ് ദി റൂം. അപ്പൊ ആ ഹൈഫൺ നമ്മൾ ഫില്ല് ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് ഓപ്ഷൻസ് കാണും. അറ്റ് എന്ന് കാണും, ഇൻ എന്ന് കാണും, ടു എന്ന് കാണും, നോ പ്രൊപ്പൊസിഷൻ എന്ന് കാണും. അപ്പൊ നമുക്ക് നോക്ക്ഡ് ഇൻ അല്ലെങ്കിൽ നോക്ക്ഡ് അറ്റ് എന്നൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. പക്ഷേ അവിടെ യാതൊരു വിധത്തിലുള്ള പ്രൊപ്പൊസിഷൻസും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അടുത്ത എക്സാമ്പിൾ നോക്കി, ഹി എൻറ്റേർഡ് ദി എക്സാമിനേഷൻ ഹാൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഹി എൻറ്റേർഡ്, അപ്പൊ നമ്മൾ നോക്കിക്കേ, പ്രൊപ്പൊസിഷൻ വേണ്ടാത്ത ഒരു വേർഡാണ് എൻറ്റേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എൻറ്റേർഡ് എന്ന് പറയുന്ന വേർഡ്സിന് ശേഷം യാതൊരു വിധത്തിലുള്ള പ്രൊപ്പൊസിഷൻസും വേണ്ട. എൻറ്റേർഡ് ടു അല്ലെങ്കിൽ എൻറ്റേർഡ് ഇൻടു അങ്ങനെയുള്ള ഒരു പ്രൊപ്പൊസിഷന്റെയും ആവശ്യം ഇല്ല. വേർഡ് കറക്ഷൻസിനും ഈ പറയുന്ന പ്രൊപ്പൊസിഷൻസ് നോക്കി ആണ് നമ്മൾ വേർഡ് കറക്റ്റ് ചെയ്യുന്നത്. ഏത് വേർഡാണ് കറക്റ്റ് അല്ലെങ്കിൽ ഏത് വേർഡാണ് റോങ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ചിലപ്പോൾ എൻറ്റേർഡ് കഴിഞ്ഞിട്ട് എൻറ്റേർഡ് ഇൻടു ദി എക്സാമിനേഷൻ ഹാൾ എന്ന് കൊടുത്തിരിക്കും. അപ്പൊ അവിടെ ഇൻടു ആവശ്യമില്ല, കാരണം എൻറ്റേർഡ് കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള പ്രൊപ്പൊസിഷൻസും വേണ്ട. അപ്പം ഹി എൻറ്റേർഡ് ദി എക്സാമിനേഷൻ ഹാൾ തന്നെ മതി. പക്ഷെ താഴെ നോക്കിക്കേ, ഹി കെയിം ഇൻ ടു ദി എക്സാമിനേഷൻ ഹാൾ. അത് ശരിയാണ്, കാരണം കെയിം എന്ന് പറയുന്ന ഒരു വേർഡാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഇൻടു എന്നൊരു പ്രൊപ്പൊസിഷൻ വന്നു. അത് ശരിയാണ്, കാരണം നമ്മൾ പറഞ്ഞില്ല കെയിം എന്നുള്ളത് നോ പ്രൊപ്പൊസിഷൻ വേർഡ് അല്ല. അപ്പൊ അതുകൊണ്ട് കെയിമിന് ശേഷം പ്രൊപ്പൊസിഷൻ വരാം, പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ വേർഡ്സുകൾക്ക് ശേഷം പ്രൊപ്പൊസിഷൻസ് വരില്ല. ഷീ ഓർഡേർഡ് എ ബിരിയാണി. അപ്പൊ ഓർഡേർഡ് എന്ന് പറയുന്നത് നോ പ്രൊപ്പൊസിഷൻ വേർഡ് ആണ്. അപ്പോൾ ഓർഡേർഡിന് ശേഷം ഓർഡേർഡ് ടു എന്നോ ഓർഡേർഡ് ഇൻ എന്നോ ഓർഡേർഡ് ഓൺ എന്നോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഷീ ഓർഡേർഡ് എ ബിരിയാണി, അത് തന്നെ ഇനഫ് ആണ്. ഓക്കെ. അതുപോലെ നോക്കിയേ, മനു ഡിസ്കസ്ഡ് ദെയർ പ്രോബ്ലം എന്നുള്ളതാണ്. അപ്പൊ ഡിസ്കസ്ഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം പ്രൊപ്പൊസിഷന്റെ ആവശ്യമില്ല. അടുത്ത നോക്കിക്കേ, ടോം അറ്റാക്ഡ് ജെറി. അപ്പോൾ അറ്റാക്ഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം, അറ്റാക്ക് അല്ലെങ്കിൽ അറ്റാക്ഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം യാതൊരു വിധത്തിലുള്ള പ്രൊപ്പൊസിഷന്റെയും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് സിംപ്ലി നമുക്ക് എങ്ങനെ എഴുതാം, ടോം അറ്റാക്ഡ് ജെറി എന്ന് എഴുതിയാൽ മതിയാകും. അപ്പൊ ഇതൊക്കെയാണ് നോ പ്രൊപ്പൊസിഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ പ്രൊപ്പോസിഷൻസ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഉപയോഗത്തെ പറ്റി നോക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരൊറ്റ പ്രൊപ്പൊസിഷനെ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, അറ്റ് എന്ന് പറയുന്ന പ്രൊപ്പൊസിഷൻ. അടുത്ത ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കൊണ്ട് ബാക്കി എല്ലാ പ്രൊപ്പൊസിഷൻസും നമുക്ക് കവർ ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത്, ഈ ക്ലാസ്സിൽ നോക്കുന്നത്, അറ്റ് എന്ന് പറയുന്ന പ്രൊപ്പൊസിഷൻ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, അറ്റ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എക്സാക്ട് ടൈം. നമ്മൾ എക്സാക്ട് ആയിട്ട് ഒരു സമയം പറയുന്ന സമയത്ത് നമുക്ക് അറ്റ് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എക്സാക്ട് ടൈം, ഒരു എക്സാക്ട് ടൈം മെൻഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറ്റ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കിക്കേ, ദ ബസ് റീച്ച്ഡ് അറ്റ് 5 PM എന്നുള്ളതാണ്. അപ്പൊ 5 PM എന്ന് പറയുന്നത് ദിസ് ഇസ് ആൻ എക്സാക്ട് ടൈം, ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു ടൈമാണ്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം പറയാണ്. സോ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, അറ്റ് ഉപയോഗിക്കാം. അറ്റ് 5 PM എന്ന് പറയാം.
അതുപോലെ ഹി അറൈവ്ഡ് അറ്റ് 9 o'clock. ഇപ്പൊ 9 o'clock എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സാക്ട് ആയിട്ടുള്ള ടൈമാണ്. സോ അതിന് മുൻപേ നമുക്ക് അറ്റ് ഉപയോഗിക്കാം. ഹി അറൈവ്ഡ് അറ്റ് 9 o'clock. അതൊരു കറക്റ്റ് സെന്റൻസ് ആണ്. ഇനി ഇതല്ലാതെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ സാധാരണഗതിയിൽ അറ്റ് കൂടെ യൂസ് ചെയ്യാറുണ്ട്. അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാറുണ്ട്, അറ്റ് നൂൺ, അറ്റ് സൺസെറ്റ്, അറ്റ് ഡോൺ, അറ്റ് ഡസ്ക്, അറ്റ് ദി ബിഗിനിങ്, അറ്റ് മിഡ് നൈറ്റ്, അറ്റ് ദി വീക്കെൻഡ്, അറ്റ് ദി സെയിം ടൈം, അറ്റ് ബെഡ് ടൈം, അറ്റ് സൺറൈസ്, അറ്റ് നൈറ്റ്, അറ്റ് ലഞ്ച്, അറ്റ് ദി മൊമെന്റ്, അറ്റ് ദി എൻഡ്, അറ്റ് പ്രസന്റ്. അപ്പൊ ഈ വാക്കുകളൊക്കെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കണം. അപ്പൊ ഈ വേർഡ്സുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? അറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ പ്രസന്റ്, ആ ഒരു എക്സാക്ട് ടൈം പറയണം. ആ അറ്റ് പ്രസന്റ്, നമ്മൾ ആ പ്രസന്റിൽ നിൽക്കുകയാണ് എന്ന് പറയുന്ന പല സിറ്റുവേഷൻസും ഉണ്ട്. അപ്പൊ നമ്മൾ അറ്റ് പ്രസന്റ് എന്നാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അറ്റ് നൈറ്റ്, പിന്നെ അതുപോലെ അറ്റ് ബെഡ് ടൈം. നമ്മൾ ബെഡ് ടൈം എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുൻപ് ഏതെങ്കിലും ഒരു സെന്റൻസിൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് അറ്റ് ബെഡ് ടൈം എന്ന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അറ്റ് ദി സെയിം ടൈം, അറ്റ് ദി സെയിം ടൈം ഞാൻ അവിടെ അറൈവ് ചെയ്യും എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ അറ്റ് ദി സെയിം ടൈം അത്തരത്തിൽ ഉള്ള സിറ്റുവേഷൻസിൽ വെൻ വി യൂസിങ് അറ്റ് പ്രൊപ്പോസിഷൻ, അറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഹി ഫോൺഡ് മീ അറ്റ് നൂൺ. അതായത് ഫോൺ വിളിച്ചു, എവിടെയാണ്? നൂൺ സമയത്ത് ഫോൺ വിളിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഹി ഫോൺഡ് മീ അറ്റ് നൂൺ എന്നുള്ളത്. അപ്പൊ അവിടെ എന്ത് യൂസ് ചെയ്യാം? നൂണിന് തൊട്ട് മുൻപേ ആയിട്ട് അറ്റ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ആ സിറ്റുവേഷൻസ്, ആ വേർഡ്സുകൾ, കണക്റ്റിംഗ് വേർഡ്സുകൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്നും നൂൺ എന്നും സൺസെറ്റ് എന്നും ഡസ്ക് എന്നും ബിഗിനിങ് എന്നും മിഡ് നൈറ്റും എന്നൊക്കെ ഉള്ള വേർഡ്സുകൾ കൃത്യമായിട്ട് അറ്റിന് ശേഷം ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത അറ്റ് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ടു ഡിനോട്ട് ദി ഫെസ്റ്റിവൽ വിച്ച് മാർക്സ് എ പോയിന്റ് ഇൻ ദി ഇയർ ഓർ സ്പെഷ്യൽ സെലിബ്രേഷൻസ്. എന്താണ് ഇത് പറയുന്നത്? സിമ്പിൾ ആണ്. നമ്മൾ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് പറയുന്ന സമയത്ത്, ഇപ്പം വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഫെസ്റ്റിവൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ചില സ്പെഷ്യൽ ആയിട്ടുള്ള സെലിബ്രേഷൻസുകളായിരിക്കും, അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ആയിരിക്കും. അപ്പൊ അതിനൊക്കെ തൊട്ട് മുൻപേ നമുക്ക് അറ്റ് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കി, അറ്റ് ഓണം, അറ്റ് ക്രിസ്മസ്, അറ്റ് ന്യൂ ഇയർ, അത്തരത്തിലുള്ള സെലിബ്രേഷൻസുകൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കലണ്ടർ സെലിബ്രേഷൻസുകൾ, കലണ്ടർ ഡേറ്റ്സുകൾക്ക് മുൻപിൽ ഒക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? കലണ്ടറിൽ സെലിബ്രേഷൻ എന്ന് പറയുന്ന കൊടുത്തിരിക്കുന്ന ഡേറ്റ്സുകൾ ഉണ്ടല്ലോ, ആ സെലിബ്രേഷൻസുകൾക്കൊക്കെ മുൻപിൽ നമുക്ക് അറ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്ത നോക്കി, അടുത്ത സിറ്റുവേഷൻ നോക്കി, വെൻ ടോക്കിംഗ് അബൌട്ട് എ പെർട്ടിക്കുലർ പ്ലേസ് ഓർ ബിൽഡിംഗ്. ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലേസിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ബിൽഡിങ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അതിന് മുൻപേ ആയിട്ട് അറ്റ് ഉപയോഗിക്കാം. നോക്കി, അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പ്ലേസ് ആണ്. അത് കൃത്യമായിട്ടും നമുക്ക് അറിയാവുന്ന ഒരു പ്ലേസ് ആണ് റെയിൽവേ സ്റ്റേഷൻ. അത്തരത്തിലുള്ള ഒരു സ്റ്റേഷൻ ആണ്. അതായത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു പ്ലേസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു പ്ലേസ് എന്നല്ല പറയുന്നത്, പെർട്ടിക്കുലർ ആയിട്ട് പറയാണ് റെയിൽവേ സ്റ്റേഷൻ, സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു പ്ലേസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള പ്ലേസിന് തൊട്ട് മുൻപേ നമുക്ക് അറ്റ് ഉപയോഗിക്കാം. അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ, അറ്റ് ദി ബാങ്ക്, അറ്റ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. അതായത് ഒരു ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയം ആണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലേസ് ആണ്. അത്തരത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുൻപായിട്ട്, ആ പ്ലേസിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് അറ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന അടുത്ത യൂസ് ആണ് വിത്ത് ദി നെയിം ഓഫ് സ്മോൾ പ്ലേസ്. ചെറിയ പ്ലേസുകളുടെ അല്ലെങ്കിൽ ചെറിയ സ്ഥലങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുൻപേ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. അറ്റ് കുറ്റിപ്പുറം, അറ്റ് കൊല്ലം. കൊല്ലത്തെ ഏതെങ്കിലും ഒരു ചെറിയ പ്ലേസ്, സ്മാൾ പ്ലേസ് ആണ്. കൊല്ലം എന്ന് പറയുന്നത് വലിയ പ്ലേസ് ആണ്, അപ്പൊ നമുക്ക് ഉപയോഗിക്കേണ്ട. അറ്റ് കുറ്റിപ്പുറം. അതുപോലെ തന്നെ അറ്റ് കടയ്ക്കൽ, അല്ലെങ്കിൽ അറ്റ് കാരേറ്റ്, അങ്ങനെയൊക്കെയുള്ള പ്ലേസുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. അതായത് ചെറിയ ചെറിയ പ്ലേസ്, ഇപ്പൊ കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു പ്ലേസ് ആണ്, അപ്പൊ നമുക്ക് അറ്റ് അവോയ്ഡ് ചെയ്യാം. അല്ലാത്ത ചില ചെറിയ ചെറിയ പ്ലേസുകൾ പറയുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. ഇനി അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂസ് ആണ് ഏജ്, റേറ്റ്, എമൗണ്ട്, സ്പീഡ്, ഡയറക്ഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. ഏജ് അറ്റ് 61 അല്ലെങ്കിൽ ഏജ് അറ്റ് 15. അതായത് ഏജ് പറയുന്നതിന് തൊട്ട് മുൻപ്, ആ നമ്പർ സ്പെസിഫൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപേ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. അതുപോലെ അറ്റ് RS 100 റുപ്പീസ് അല്ലെങ്കിൽ RS 20 എന്നൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് പണത്തിന്റെ മൂല്യം, അതായത് റേറ്റ് പറയുന്ന സമയത്ത് നമുക്ക് അറ്റ് ഉപയോഗിക്കാം. അതുപോലെ അറ്റ് 19 കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് സ്പീഡിനെ കണക്ട് ചെയ്യുന്ന യൂണിറ്റ് ആണ്. അപ്പൊ അത്തരത്തിൽ സ്പീഡ് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ആ നമ്പറിന് തൊട്ട് മുൻപേ ആയിട്ട് അറ്റ് ഉപയോഗിക്കാം. ഇനി ഡയറക്ഷൻ പോയിന്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് പോയിന്റഡ് അറ്റ്, ലുക്ക് അറ്റ്, ത്രോ അറ്റ്, എയിം അറ്റ്, ഗെയ്സ് അറ്റ്, അതൊക്കെ ഡയറക്ഷനെ കുറിക്കുന്നതാണ്. അതായത് പോയിന്റഡ് അറ്റ് എന്ന് വെച്ചാൽ ഇന്ന സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോയിന്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള സിറ്റുവേഷൻസുകളിലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നോക്കിയേ, അടുത്ത കുറച്ച് യൂസ് നോക്കിയേ.
ഇൻഡിക്കേറ്റ് എ ടാലന്റ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിലുള്ള ടാലന്റിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് തൊട്ട് മുൻപേ ആയിട്ട് നമുക്ക് അറ്റ് ഉപയോഗിക്കാം. അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള, ഒരു പ്രത്യേക ഏരിയയിലുള്ള, മേഖലയിലുള്ള ആ ഒരാളുടെ ടാലന്റിനെ പറയുന്ന സമയത്ത് നമുക്ക് അറ്റ് ഉപയോഗിക്കാം. നോക്കിക്കേ, എക്സാമ്പിൾ ഗുഡ് അറ്റ് മാത്തമെറ്റിക്സ്. അപ്പോൾ ഗുഡ് അറ്റ് മാത്തമെറ്റിക്സ് എന്ന് പറയുമ്പോൾ ആ മാത്തമെറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിന്മേലുള്ള ഒരു കുട്ടിയുടെ ടാലന്റ്, അതിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഗുഡ് അറ്റ് മാത്തമെറ്റിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അറ്റ് ഉപയോഗിക്കാം. അതുപോലെ ടു ഡിനോട്ട് സർപ്രൈസ് ഓർ റിയാക്ഷൻസ്, അതായത് ഒരാളുടെ സർപ്രൈസ് അല്ലെങ്കിൽ സർപ്രൈസിങ് ഫാക്ടേഴ്സ് വരുന്ന വേർഡ്സുകൾ കാണും. അത്തരത്തിലുള്ള വേർഡ്സുകൾക്ക് മുൻപിൽ, അതുപോലെ തന്നെ ചില റിയാക്ഷൻസുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണലി നമ്മൾ സർപ്രൈസ് ആവുമല്ലോ, അത്തരത്തിലുള്ള വേർഡ്സുകൾക്കൊക്കെ ശേഷം നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. മുൻപിലല്ല, ശേഷമാണ് ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അറ്റ് ഉപയോഗിക്കുന്നത്. ഇത് ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഈ വേർഡ്സുകൾ, താഴെ പറയുന്ന വേർഡ്സുകൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഡിലൈറ്റഡ് അറ്റ്, horrified at, impatient at, amazed at, shocked at, surprised at, wondered at, exclaimed at. അതുപോലെ അപ്പോൾ ഇത്തരത്തിലുള്ള വേർഡ്സുകളൊന്ന് ആലോചിച്ച് വെച്ചിരിക്കാം. അപ്പോൾ ഈ പറയുന്ന വേർഡ്സുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പറയുന്ന വേർഡ്സുകളൊക്കെ ഒരു സർപ്രൈസിങ് ഫാക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ആണ്. ഷോക്ക് ആവുക എന്ന് പറയുന്നത് ഒരു സഡൻ റിയാക്ഷൻ ആണ്. അല്ലെങ്കിൽ ഒരു എന്താണ്, ഇംപേഷ്യന്റ് ആവുക എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ ആണ്. സർപ്രൈസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു സർപ്രൈസിങ് ഫാക്ടർ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന വേർഡ്സുകൾക്ക്, അതായത് എക്സ്ക്ലൈംഡ്, അതൊരു സർപ്രൈസ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു എക്സ്പ്രഷൻ ആണ് എക്സ്ക്ലൈംഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വേർഡ്സുകളൊക്കെ വരുമ്പോൾ ഈ വേർഡ്സുകൾക്കൊക്കെ ശേഷം നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്തൊരു യൂസ് ആണ് സ്കൂൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കാലഘട്ടത്തെ പറ്റി പറയാൻ. ഇപ്പോൾ ഒരാൾ സ്കൂളിൽ, ഇപ്പൊ നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിലോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്കൊക്കെ മുൻപേ നമുക്ക് അറ്റ് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കിക്കേ, ദേ ആർ സ്റ്റഡിയിങ് അറ്റ് കേംബ്രിഡ്ജ്, അതായത് ഞാൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആ ഒരു സമയത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് തൊട്ട് മുൻപേ അല്ലെങ്കിൽ ആ സ്കൂളിനൊക്കെ മുൻപേ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. അതായത് നമ്മൾ ആ കാലഘട്ടത്തിലൂടെ കടന്നു പോവാണ്, സ്കൂൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതിനെ സൂചിപ്പിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത്, ചില ഇവന്റുകൾ അതുപോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ട് മുൻപേ ആയിട്ട് അറ്റ് പറയാം. അത് നമുക്ക് അറിയാവുന്നതാണ്. അറ്റ് സെമിനാർ, അറ്റ് ദി പാർട്ടി, അറ്റ് ദി മീറ്റിംഗ്, അറ്റ് ദി മാരേജ് എന്നൊക്കെ പറയുന്നത്. അതായത് ഒന്നുകിൽ ഒരു ഇവന്റ് നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഒരു ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പാർട്ടിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതിനൊക്കെ തൊട്ട് മുൻപേ, അതൊക്കെ മെൻഷൻ ചെയ്യുന്നതിന് തൊട്ട് മുൻപേ നമുക്ക് അറ്റ് ഉപയോഗിക്കാം. അറ്റ് സെമിനാർ, അറ്റ് ദി മീറ്റിംഗ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ലാസ്റ്റ് ഒരു അറ്റിന്റെ യൂസ് ആണ്. നോക്കിക്കേ, എൻഡ് ഓഫ് വീക്ക്, മന്ത്, ഇയർ, ഇതിനെയൊക്കെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറ്റ് ഉപയോഗിക്കാം. ഒരു വീക്കിന്റെ അവസാനം, അതുപോലെ തന്നെ മന്തിന്റെ അവസാനം, ഇയറിന്റെ അവസാനം, അതൊക്കെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. നോക്കിക്കേ, അറ്റ് ദി വീക്കെൻഡ്, ഓക്കെ, അറ്റ് ദി എൻഡ് ഓഫ് 2025, അതായത് 2025 അവസാനം എന്ന് പറയുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് നവംബർ, അതായത് ഒരു മന്തിന്റെ അവസാനമാണ്. അപ്പോൾ ഇത്തരത്തില് ഒരു വീക്ക് അല്ലെങ്കിൽ ഒരു മന്ത് അല്ലെങ്കിൽ ഒരു ഇയറിന്റെയൊക്കെ എൻഡ് പറയാൻ വേണ്ടി, എൻഡ് ഓഫ് വീക്ക്, മന്ത്, ഇയർ ഇതൊക്കെ സ്പെസിഫൈ ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുൻപേ ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിക്കാം. അപ്പൊ ഇത്രയുമാണ് അറ്റ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷന്റെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന യൂസസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇത് മാത്രം ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് അറ്റിന്റെ സിറ്റുവേഷൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് പ്രൊപ്പോസിഷൻസ് ആണ്. പ്രൊപ്പോസിഷനിൽ തന്നെ നോ പ്രൊപ്പോസിഷൻ വേർഡ്സുകൾ പഠിച്ചു, പിന്നെ അതുപോലെ അറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷനെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള പ്രൊപ്പോസിഷൻസുകൾ പഠിക്കാം.